ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും അമ്മയും കൂടി പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ പോവാണ്. ഒരാളും കൂടെ ഉണ്ട്, അയാൾ ടൗണിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന. അവിടെ എത്തിയിട്ട് ആരാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിന്ന് ജീൻ ടോപ്പാണ് ഇട്ടത്. ആക്ച്വലി ഒരു സാരിയൊക്കെ ഇടാൻ കരുതിയതാണ്. ബട്ട് എൻ്റെ ചെരുപ്പൊക്കെ ഹോസ്റ്റലിലായിപ്പോയി ഗൈസ്. വേറെ ചെരുപ്പൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീൻ ടോപ്പ് ഇട്ടിട്ട് വന്നു വെച്ച്. ഇതിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ടോപ്പാണ്. അമ്മ ബേക്കിൽ നിന്ന് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇവിടെ ചെന്നിട്ട് കാണാം. ബൈ. സ്റ്റാൻഡ് എത്തി ഗൈസ്. അവിടുന്ന് ഇത് ഞങ്ങളെ നാട്ടിൽ ലൊട്ടാന്നാ പറയാ, നിങ്ങളെ നാട്ടിൽ എന്നാ പറയുക. വരില്ല അങ്ങനെ ബോർഡ് കണ്ടത്. നാളെ ഇനി ഞാൻ രാവിലെ പിന്നെയും കാസർഗോഡേക്ക് പോകണം. അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ബാങ്ക് കണ്ടിട്ടുണ്ടോ? ഒരു വെറൈറ്റി തോന്നിയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തതാണ്. നല്ല ഗോൾഡൻ കളറിൽ. പിന്നെ വിസ്മയൊക്കെ കഴിഞ്ഞ്, വിസ്മയിൽ നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ കുറേ ആയി വന്നിട്ട്. അങ്ങനെ ലാസ്റ്റ് പറശ്ശിനിക്കടവ് സ്റ്റാൻഡിലെത്തി ഗായ്സ്. ഇവിടുന്ന് നടക്കേണ്ട ദൂരെ അമ്പലത്തിലേക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലിറങ്ങി അമ്പലം വെച്ച് പിടിക്കുകയാണ് ഗായ്സ്. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കടകൾ കാണാം. കടയൊക്കെ കാണുമ്പോൾ ഞാനും അവിടെയും ഫുൾ ടൈം അങ്ങോട്ടേക്ക് നോക്കുന്ന. വീഡിയോ എല്ലാം എടുക്കാൻ മറന്നു പോകുന്നുണ്ടേന്. അങ്ങനെ ഞങ്ങൾ വേഗം അമ്പലത്തിൽ പോയി തൊഴാന്ന് കരുതിയിട്ട് ഇറങ്ങി. മുത്തപ്പൻ എന്തായാലും പോയിട്ടുണ്ടാകും. മുത്തപ്പനെ കാണൽ നടക്കൂല, പ്രാർത്ഥിച്ച് വരുത്ത് മാത്രമേ നടക്കൂ. പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഉഷാറായിരുന്നു പോകുമ്പോൾ. പക്ഷെ തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ പോലെ നിങ്ങൾ കാണണ്ട. അവിടെ ചെന്ന പാടും തന്നെ ഒരുപാട് കട കാണാം. പിന്നെ വളകളും അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഓരോ കടയിലും കയറണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആദ്യം തന്നെ വേഗം പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ നമുക്ക് അടുത്ത പയറ് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ അത് വിചാരിച്ച് വേഗം അകത്തേക്ക് കയറിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാന്ന്. പോകുമ്പം തന്നെ ആ സൈഡിലാണ് ചായ കൊടുക്കുക. അങ്ങനെ നമ്മൾ പയറും തേങ്ങാക്കൊത്തും കാപ്പിയും അവിടുന്ന് വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. മെയിനായിട്ട് ഇത് കഴിക്കാനാണ് അവിടത്തേക്ക് പോകുന്നത് ഗൈസ്. ഞാൻ ഇതിൻ്റെ വലിയൊരു ഫാനാണ്. പക്ഷെ ഇപ്പോൾ ചായയാന്ന് തോന്നുന്നു. പണ്ട് കാപ്പിയൊന്നും കിട്ടില്ല, ഇപ്പോൾ ചായ തരുന്നതെന്ന് തോന്നുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടിയിട്ട് പോകാന്ന്. അമ്പലത്തിൻ്റെ അവിടെ പോയി കുളത്തിൽ നിന്ന് കാലൊക്കെ കഴുകിയിട്ടാണ് പോവുക. ഇത് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയോണ്ട് സത്യം പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. നന്നായിട്ട് സ്ലിപ്പാകുന്നുണ്ടേനു. അവിടെ നിന്ന് ഉരുക്കെട്ടി വീണിട്ടുണ്ട്, നാണക്കടവും ഗൈസ്. അതുകൊണ്ട് കുറച്ച് മെല്ലെ സൂക്ഷിച്ചിട്ടെല്ലാം വേണം ഇറങ്ങാൻ. അങ്ങനെ കാലൊക്കെ കഴുകി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഉള്ളിൽ ക്യാമറ ഒന്നും ഫോണൊന്നും അലൗഡ് അല്ല, അതുകൊണ്ട് അങ്ങനൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വോട്ട് കണ്ടിട്ട് വോട്ട് കയറാനെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോകാം. പക്ഷേ ആടെ ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. പിന്നെ പുറത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തിരിച്ചു വരിക ചെയ്തത്. ചോറ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയ പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ അവിടെ തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി. അമ്പലത്തിൽ പോയിട്ട് ചോറും കറിയൊക്കെ കഴിക്കാമെന്ന് കരുതി. ഞാൻ ഈ മൊത്തം ചോറ് ഫുൾ തിന്ന് തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. പകുതിക്ക് വെച്ച് ഞാനത് ഫ്ലോപ്പ് ചാക്കി. എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല ഗായ്സ്. കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ആർക്കും ഇഷ്ടമായിട്ടില്ല. ഹോട്ടലിലത്തെ ചോറ്, അമ്പലത്തിലെ ചോറ് തീർന്നു പോയിനു. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചോറും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കമ്മൽ കളക്ഷനും വളയും അതും ഇതൊക്കെ നോക്കി. ആവണി എന്തൊക്കെയോ വാങ്ങിന്. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ആവണി എന്തോ കളിക്കുന്ന എന്തോ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ വരുമ്പം വന്ന സ്റ്റെപ്പൊക്കെ തിരിച്ച് കയറണം ഗൈസ്. അത് ഓർക്കുമ്പോൾ ക്ഷീണം. പോകുമ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എല്ലാവരും മടുത്തു പോയിനു. ഒന്നാമത് ചൂടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ കിളിക്കൂട് കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അമ്മ ഇതാ അങ്ങ് വരുന്നേ ഉള്ളൂ. നമ്മൾ രണ്ടാളും കുറേ ഓടുകയൊക്കെ ചെയ്തിട്ട് മുന്നിൽ പോയി നിന്ന് അമ്മേൻ്റെ വീഡിയോ എടുക്കേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ മുത്തപ്പൻ്റെ ഫ്രണ്ട്സിനെ കാണാം. ഇയാളെ ഞാൻ വിളിച്ച് കഴിഞ്ഞിട്ട് എന്നെ നോക്കി എഴുന്നേൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ വിളിച്ചാലും വരാൻ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിൽ നിന്ന് സ്റ്റാൻഡിലേക്ക് പോയി അവിടുന്ന് ബസ് കയറി വീട്ടിലേക്ക് പോകാൻ നോക്കുക. എൻ്റെ അടുക്കാന്ന് ഒരു ചെക്കൻ വന്ന് എൻ്റെ അടുക്ക് ഇരുന്നത്. നല്ല അടിപൊളി മോനാണ്. കുറേ വർത്താനം പറഞ്ഞ് ലാസ്റ്റ് കണ്ണൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവൻ്റെ അച്ഛനും അമ്മനെയും കൂട്ടിയിട്ട് ഏച്ചിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിടുന്നില്ലായിരുന്നു ഗൈസ്. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ അച്ഛനാണ് ബേക്കിൽ നിൽക്കുന്നത്. നല്ല അടിപൊളി മോനായിരുന്നു. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പ് എത്തുന്നപ്പോഴൊക്കെ എന്നെ ഇരുട്ടായി തുടങ്ങിന്. അവിടുന്ന് വേഗം ബസ് കയറി നമ്മളെ വീട് പിടിക്കുകയാണ്. ബൈ.